കുഴയ്ക്കുന്ന 100 ചോദ്യങ്ങൾക്ക് കവിതയിലൂടെ മറുപടി പറഞ്ഞ മനുഷ്യൻ, ശതാവധാനി ഡോക്ടർ ആർ ഗണേഷ്, പത്മഭൂഷൺ ജേതാവ്, 2026. ഇന്ത്യയുടെ സവിശേഷവും സമ്പന്നവുമായൊരു ശാസ്ത്രീയ കലാരൂപം, കവിതയുടെ വഴിയിലൂടെ വെല്ലുവിളികളെ മറികടക്കുന്ന അത്ഭുത പ്രതിഭ, ഒരേ സമയം അനവധി ചിന്തകൾ ചേർത്ത് യാതൊരു ഉപകരണങ്ങളുമില്ലാതെ തത്സമയം പദ്യങ്ങൾ ജനിക്കുന്നു. സൃഷ്ടിപരമായ കഴിവിനെയും പാണ്ഡിത്യത്തെയും ആഴത്തിൽ പരിശോധിക്കുന്ന ഒരു സാംസ്കാരിക പരീക്ഷണശാലയാണിത്. തത്സമയ കവിതാരചനയ്ക്കുള്ള ആദ്യ വിഷയം പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു അവധാനം. ഇത് വളരെ നല്ല വിഷയമാണ്. ഞാൻ ദ്രുതവിലംബിത ചന്തത്തിൽ ഒരു പദ്യമൊരുക്കാം. ഭഗവാൻ വിഷ്ണു അവധാനിയായി നിലകൊള്ളുമ്പോൾ മനോഹരിയും ചൈതന്യപൂർണയുമായ ഭാര്യ ലക്ഷ്മി അഷ്ടലക്ഷ്മിയായിട്ട് 8 വിധങ്ങളിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു. 1962 കോലാറിലെ ഒരു മധ്യവർഗ കുടുംബത്തിൽ ജനിച്ച ഗണേഷ്, മാതാപിതാക്കളുടെ പ്രോത്സാഹനത്തോടെ ഇന്ത്യൻ ക്ലാസിക്കുകൾ വായിക്കുകയും നാടകങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇത് ചെറുപ്പത്തിലെ അദ്ദേഹത്തിന്റെ കൗതുകവും സങ്കല്പശേഷിയും ഉണർത്തി. പിന്നീട് അദ്ദേഹം വളരെ പാണ്ഡിത്യസമ്പന്നനായി വളർന്നു. 19-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് സംഭവിച്ചു. ചാമരാജ്പേട്ടയിൽ ഒരു തെലുങ്കു പണ്ഡിതൻ സംസ്കൃത അവധാനം അവതരിപ്പിക്കുന്നത് അദ്ദേഹം കണ്ടു. ആ അത്ഭുതകരമായ പ്രകടനം അദ്ദേഹത്തെ വിസ്മയത്തിലാഴ്ത്തി. ഇത് ഞാൻ കന്നഡയിൽ ചെയ്യാൻ കഴിയില്ലേ? ആ ചിന്ത മിന്നൽ പോലെ മനസ്സിൽ തെളിഞ്ഞു. അന്നേ നിമിഷങ്ങളിൽ പദ്യങ്ങൾ രൂപം കൊള്ളാൻ തുടങ്ങി. പ്രകടനം അവസാനിക്കുമ്പോൾ അദ്ദേഹം രചിച്ച പദ്യങ്ങൾ കേട്ട് പണ്ഡിതന്മാർ തന്നെ വിസ്മയപ്പെട്ടു. അങ്ങനെ അദ്ദേഹം സ്വന്തം ജീവിതത്തിലെ ആദ്യ അവധാന പ്രകടനം നടത്തി. അതായിരുന്നു ഒരു നഷ്ടപ്പെട്ട കലാരൂപത്തെ വീണ്ടും ലോകത്തിനു മുന്നിൽ കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ശ്രമം. എന്റെ ഗുരുവും മാർഗദർശകനുമായ പരേതനായ ലങ്കാകൃഷ്ണമൂർത്തി വിശ്വസിച്ചിരുന്നത് ഈ ശക്തമായ കലാരൂപം വഴിയാക്കി ഇന്ത്യയുടെ സംസ്കാരവും കലയും സാഹിത്യവും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നായിരുന്നു. ഒറ്റയാൾ പട്ടാളം പോലെ അദ്ദേഹം കർണാടകയിൽ ഉടനീളം സഞ്ചരിച്ചു. അവധാനങ്ങൾ പഠിപ്പിച്ചു, സംഘടിപ്പിച്ചു, അവതരിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ ഏക ശതാവധാനിയായി അദ്ദേഹം ഉയർന്നു നിന്നു. അവധാനത്തിലെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചു. ഡോക്ടർ ആർ ഗണേഷ് കലാരംഗത്തും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 18 ഭാഷകളിൽ നൈപുണ്യമുള്ള അദ്ദേഹം 70-ലധികം പുസ്തകങ്ങളുടെ രചയിതാവുമാണ്. ഡോക്ടർ ആർ ഗണേഷ് എന്നും ഒരു സൃഷ്ടാവായി ഓർമ്മിക്കപ്പെടും. ഇന്ത്യൻ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും നൽകിയ അദ്ദേഹത്തിന്റെ സംഭാവനകൾ തലമുറകളുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കും. ഈ രാജ്യം 7000 വർഷത്തിലധികം പഴക്കമുള്ള അത്യന്തം സമ്പന്നമായ സാംസ്കാരിക പൈതൃകം വഹിക്കുന്നു. സാഹിത്യം, കല, അതുല്യമായ ജീവിത രീതി എന്നിവ മുഖേന അതിന്റെ അസാധാരണമായ ആഴം ഞാൻ മനസ്സിലാക്കി. അതിനാൽ യുക്തിയിൽ അടിത്തറയുള്ളതും ആദരവാൽ നയിക്കപ്പെട്ടതുമായ ഈ രാജ്യത്തിൽ എല്ലാവരും അഭിമാനം കൊള്ളണം. ശതാവധാനി ഡോക്ടർ ആർ ഗണേഷ്, പത്മഭൂഷൺ 2026. കോടി കോടി നമസ്കാരം.